കുറേ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതുവരെ നടന്നു കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഒരാഗ്രഹമായിട്ടാണ് വന്നേക്കുന്നത്. ആദ്യമായിട്ട് വന്നത് ഇവർ ചാലക്കുടിക്കാരുടെ ഞാൻ വന്നേ. കഴിഞ്ഞ ആഴ്ച തലയിട്ട് ഇരുന്നാണ് വരണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പോരാണ്ട് പറ്റില്ല, അമ്മേനെ കാണണം എന്നുള്ള നിർബന്ധം. ഇനിയും എനിക്ക് കഴിയുന്ന കാലത്തോളം ഞാനിവിടെ വന്ന് പങ്കിടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഭയങ്കര സന്തോഷമായിട്ടാണ് ഞങ്ങൾക്ക് ആ ദിവസം ഞങ്ങൾ കൊണ്ടാടുന്നത്. 5 വർഷം കൊണ്ട് തുടർച്ചയായിട്ട് വരെയാണ്. 5 വർഷം കൊണ്ട് ഇവിടെ തന്നെയാണ് എനിക്കിരിക്കാനും പറ്റിയിട്ടുള്ളത്. കുറേ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതുവരെ നടന്നു കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഒരാഗ്രഹമായിട്ടാണ് വന്നേക്കുന്നത്. മെയിനായിട്ട് ഒരു ജോലി കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹമാണ്. അപ്പോൾ അത് മനസ്സിൽ വിചാരിച്ചാണ് വന്നത്. വരാൻ പറ്റുമെന്ന് അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ ആ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചത് സാധിക്കുക തന്നെ ചെയ്തു. വരാൻ പറ്റി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. മനസ്സിൽ നല്ലൊരു സന്തോഷമാണ്. പിന്നെ ആറ്റുകാൽ ദേവിയുടെ നടയിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ 5 വർഷം കൊണ്ട് ഇവിടെ തന്നെ കിട്ടിയതുകൊണ്ട് അതിൽ വളരെയധികം സന്തോഷമായിട്ടിരിക്കും. ഇല്ല അങ്ങനെ ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. ഞാനൊരു 5 വർഷമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു. ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പോൾ പറയുന്നില്ല, സാധിച്ചിട്ട് പറയാം. അതെ, ക്വാർട്ടേഴ്സാണ്. ഇല്ല ഇതുവരെ ഇല്ല. ഇല്ല ഇന്നിപ്പോൾ നല്ലൊരു ഉഷാറൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ഈ കൊല്ലം ആദ്യമായിട്ട് വന്നതാണ്. ഞങ്ങളുടെ നാട് എവിടെയാണ്, ചാലക്കുടിയിൽ നിന്ന് കിഴക്കോട്ട് പോകണം, അതിരപ്പള്ളി റൂട്ടിലാണ്, അവിടെയാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നതാണ്. ഇവർ ചാലക്കുടിക്കാരുടെ ഞാൻ വന്നേ. അതൊക്കെ ഉണ്ട്, സാധിക്കണമെന്നൊക്കെ ഉണ്ട്. അതേ അധികം കൊല്ലം വന്നവരവർ 10-15 കൊല്ലം വന്ന ആളാണ് ഇരിക്കുന്നത്. 15 കൊല്ലമായി പങ്കാളിക്ക് വരുന്നത്. ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ട്. അത് അമ്മ മാറ്റി തരുന്നു ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇനിയും വരണം എന്നുള്ള ആഗ്രഹം. കൊതി മാറിയിട്ടില്ല ഇപ്പോഴും വന്നിട്ട്. തലചുറ്റി വന്നിട്ട് കഴിഞ്ഞ ആഴ്ച തലചുറ്റി ഇരുന്നാണ് വരണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പോരാണ്ട് പറ്റില്ല, അമ്മേനെ കാണണം എന്നുള്ള നിർബന്ധം. അപ്പോൾ കണ്ടു തൊഴുതു. പത്മനാഭനിൽ പോയി, ഗണപതി ക്ഷേത്രത്തിൽ പോയി. അപ്പോൾ ഞങ്ങളിത് എവിടെ വന്നൊരു കുഴപ്പമില്ല, സന്തോഷം. അമ്മേനെ കണ്ട് തൊഴുതപ്പോൾ തന്നെ നല്ല തൃപ്തിയായി. അപ്പോൾ പേടിച്ചു നനഞ്ഞു. ഞങ്ങൾ തലയിൽ മുണ്ടിട്ടിട്ടപ്പോൾ കുഴച്ചത്. ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. 2ാമത്തെ വർഷമാണ്. അപ്പോൾ ആദ്യത്തെ വർഷം വന്ന് പോയപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി. ഇപ്പോൾ 2ാമതും വന്നു. അന്ന് തുടങ്ങി പൈസയൊക്കെ എടുത്ത് വിഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുള്ളതാണ് പേഴ്സിൽ. അതൊക്കെ ഒന്നിട്ടു, സന്തോഷമായി. ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട്. സന്തോഷമായി. പിന്നെ ഇവിടെ പൊങ്കാല ഇവിടെ പോയി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി, ഗണപതിയുടെ അവിടെ പോയി, സന്തോഷമായി. ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. അമ്മയുടെ ഉന്മേഷമുണ്ട്, ക്ഷീണമില്ല, ഒന്നുമില്ല. അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത്, പിന്നെ ഇപ്പോൾ പായസം വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ വന്നിട്ട് 10 വർഷമായി. 10ാമത്തെ വർഷമാണിത്. ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കൈരളി നീളാശ്രീ അവിടെയാണ് വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ മകളും കൂടിയാണ് വന്നിരിക്കുന്നത്. അവൾ ബാംഗ്ലൂരിൽ നിന്ന് ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം വന്നിരിക്കുന്നതാണ്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ അമ്മയുടെ സാന്നിധ്യത്തിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു. എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകും എന്ന ഉറപ്പോടെ ഞങ്ങൾ ഈ പൊങ്കാല സമർപ്പിക്കാൻ വന്നിരിക്കുന്നു. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. മോൾ ആദ്യത്തെ പ്രാവശ്യമാണ് ഇടുന്നത്. എല്ലാ വർഷമൊന്നും വരാൻ ഞങ്ങൾക്ക് ഇവിടെ എത്തുകാരല്ല. ഞങ്ങൾ പെരുമ്പാവൂരിൽ നിന്നാണ് വരിക. വളയഞ്ചിറങ്ങര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. മോള് ബാംഗ്ലൂരിൽ നിന്ന്. ഇന്ന് ഇവിടെ ആര്യാനിവാസിൽ റൂം എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ അടുത്ത് പൊങ്കാല ഇടാറുണ്ട്. ഇവിടെ വന്ന് ഇടുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. മോൾ ആദ്യത്തെ പ്രാവശ്യം. അതായത് പൊങ്കാല ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് വന്നത്. നമുക്ക് അമ്മയുടെ അനുഗ്രഹം നമുക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മകൾക്കും നല്ലൊരു ജോലിയൊക്കെ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷമാണ്. നല്ല വിശ്വാസമാണ് നമുക്ക് ഇവിടെ വന്ന് പൊങ്കാല. നല്ല ബുദ്ധിമുട്ട് വരുന്നെങ്കിലും അത് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. ഭയങ്കര സന്തോഷമുള്ളൊരു ഇതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഇനി അമ്മയെ വന്ന് കണ്ട് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കണ കാരണം അമ്മയെ വീണ്ടും കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നാണ്. നമുക്ക് നല്ലൊരു ഇതാണ്, നല്ല ഒരു ഭയങ്കര ഒരു വിശ്വാസമാണ് നമുക്ക്. അമ്മയുടെ അടുത്ത് വന്നാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നുള്ളൊരു വിശ്വാസം നടക്കണമുണ്ട്, വിശ്വാസമുണ്ട്. ആ ഒരു ഇതാണ്. 7-8 വർഷമാവും അമ്മയെ ധ്യാനിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. മഴ വന്ന് മഴ തോരുന്നേന്ന് പ്രാർത്ഥിച്ച് ഇപ്പം നല്ല വെട്ടം വന്നു, സന്തോഷമുണ്ട്. കടയ്ക്കവർ ഇപ്പം 7-8 വർഷം കഴിഞ്ഞ് എല്ലാം നമുക്ക് ഒപ്പിച്ച് തരും. ഒരു തടസ്സവും ഇല്ലാതെ ദേവിയുടെ സഹായം തരും നമുക്കുള്ളത്. ഇവിടെ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നത് ഭയങ്കര സന്തോഷം. ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്നതാണ്. 5-6 വർഷത്തിന് മേലെയായിരിക്കും വന്നിട്ട്. 8 വർഷം പോലൊക്കെ ആയി. ഒരു തടസ്സം വരാറില്ല. അമ്മയ്ക്ക് എന്തായാലും ഞങ്ങൾ എത്തിപ്പെടും. പിന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും കൂടെ വേണ്ട. അപ്പം അമ്മ എന്തായാലും ഇവിടെ എത്തിച്ച് തരുന്നുണ്ട് എല്ലാ വർഷവും. അതിന് വലിയ സന്തോഷം. പൊങ്കലിടാൻ വന്നിട്ട് ഒരു 30 വർഷത്തോളമായി. എല്ലാ വർഷവും വരാൻ പറ്റുന്ന എല്ലാ വർഷവും വരുന്നുണ്ട്. വരുമ്പോഴത്തേക്ക് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് വരും. തിരുവനന്തപുരം തന്നെ വീട്.
അപ്പോൾ രാവിലെ വരുമ്പോഴത്തേക്കും വന്ന് അടുപ്പൊക്കെ പിടിച്ച് ചിലപ്പം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, വണ്ടി വരില്ല. പിന്നെ ഞങ്ങൾ നടന്നാണ് വരുന്നത്. ഇവിടെ നിന്ന് കരമന വന്ന് ഇങ്ങോട്ട് ഇത്രയും ദൂരം നടന്നാണ് വന്നത്. പൊങ്കാലയ്ക്ക് വരാൻ തടസ്സം വരാതിരിക്കാൻ പറ്റിയിട്ടുണ്ട്. പൊങ്കാലയ്ക്കെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം വരാതിരിക്കാനും പറ്റിയിട്ടുണ്ട്. ഒരു വർഷം അങ്ങനെ എനിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇന്ന് നല്ല സന്തോഷമുണ്ട്. ഇന്ന് പൊങ്കാലയിടാൻ വന്നത് ഇവിടെ വന്നതിൽ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ 6 മണിയായി. ഇവിടെ അടുത്താണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് താമസിച്ചാണ് ഇറങ്ങിയത്. പൊങ്കാലയുണ്ട്, തെരളി, മണ്ടപ്പുറ്റ്, അങ്ങനെ 3 ഐറ്റം ഉണ്ട്. ആറ്റുകാൽ പൊങ്കാല 5-6 വർഷമായിട്ട് ഞാൻ ഇടുന്നുണ്ട്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ദേവിയെ. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ വർഷവും വന്നിരുന്നു. കഴിഞ്ഞ വർഷം പൊങ്കാല കഴിഞ്ഞ് ദേവിയെ കണ്ടതിന് ശേഷമാണ് ഞാൻ എറണാകുളത്തേക്ക് മടങ്ങിയത്. അപ്പോൾ ആ സന്തോഷത്തിലാണ് ഇപ്രാവശ്യവും ഓടി വന്നത്. അനിയത്തി എൻ്റെ ഒപ്പം ഉണ്ട്. ഏതായാലും ദേവിയുടെ സഹായം എന്നും ഉണ്ടാവട്ടെ. ഇനിയും എനിക്ക് കഴിയുന്ന കാലത്തോളം ഞാനിവിടെ വന്ന് പൊങ്കലിടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദേവി എനിക്കതിന് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും പൊങ്കാലയ്ക്ക് നേരുകയും ചെയ്യുന്നു. മനസ്സിൽ എൻ്റെ ആഗ്രഹം നടക്കും, ദേവിക്ക് പൊങ്കലിട്ടാൽ എന്നാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ, അവരുടെ വിവാഹത്തിനും അവരുടെ ജോലിക്കും വേണ്ടിയാണ് ഞാൻ ഈ പൊങ്കൽ ഭഗവതിക്ക് അർപ്പിക്കുന്നത്. അടുത്ത വർഷം ഞാൻ പൊങ്കൽ വരുമ്പം 2 മക്കളുടെ കല്യാണവും കഴിയട്ടെ, ജോലിയും നന്നായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും ഭഗവാൻ ദേവി നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ഞാനിപ്പോൾ. എറണാകുളത്ത് നിന്നാണ് വന്നത്. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ട് വരികയാണ്. മനസ്സിലിങ്ങനെ പോകുന്ന ഓരോ കാര്യങ്ങൾ സാധിക്കണ കാരണം, അങ്ങനെ നേർച്ച നേർന്ന് സാധിക്കണ കാരണം അങ്ങനെ പോകുന്നതാണ്. നാത്തിൻ്റെ മോൾക്ക് ഒരു കൊച്ചുണ്ടേ, അവൾക്ക് ഇന്നലെ ഒരു മുഴ കയ്യിലുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ പൊങ്കാലിടാന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് പെട്ടെന്ന് മാഞ്ഞ് ഇപ്പം ഇല്ലത്, ഇപ്പം കാണാനില്ല. ദൈവം ഇവിടം വരെ എന്നെ എത്തിച്ച് വിളിച്ചത് കൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. അത്രയും എല്ലാ വർഷവും വരുന്നുണ്ട്, സന്തോഷമാണ്. ആ ദിവസം വരുമ്പോഴത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ദൈവം എന്നും അനുഗ്രഹിക്കട്ടെ എന്നാണ് താല്പര്യം. എല്ലാ വർഷവും വന്ന് ദേവശക്തിയോടെ വന്ന് പൊങ്കാലയിടാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് താല്പര്യം. ആഗ്രഹമുണ്ട്. മോളെ കല്യാണമുണ്ട്, മോനൊരു ജോലിയാവണം, ഇതൊക്കെ ഉണ്ട്. 25 വർഷമുണ്ട് വരുന്നതിന്. ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്ത് കുറേ നാളിരുന്നു. പിന്നെ ഇപ്പോൾ 4-5 വർഷമുണ്ട്. ഇപ്പോൾ കൈരളി തിയേറ്ററിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ഞങ്ങളെല്ലാ വർഷവും വരും. പിന്നെ അച്ഛനും അമ്മയും മരിച്ചതിന് ഒരു വർഷം വരാതിരുന്നു. ബാക്കി എല്ലാ പ്രാവശ്യവും സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴും ഈ അമ്പല ഉത്സവം തുടങ്ങുമ്പോൾ മുതൽ ഞങ്ങൾക്ക് ഭയങ്കര ഇതാണ്. ഒരു ദിവസം അമ്പലത്തിൽ തൊഴാൻ പോവും, പിന്നെ ഊണ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞങ്ങൾക്ക് ആ ദിവസം ഞങ്ങൾ കൊണ്ടാടുന്നത്. ഓരോന്നും മനസ്സിൽ വിചാരിക്കും. ഇനി എനിക്ക് ഒരു മോള് കല്യാണം കഴിക്കാറുണ്ട്, സിംഗപ്പൂരാണ്. ഒരാൾ UK അവൾ കല്യാണം കഴിച്ച് ഫാമിലിയോടെ അവിടെയാണ്. അവരെല്ലാവരും വരുമായിരുന്നു. ഈ വർഷം 2 പേരും ഇല്ല, അല്ലെങ്കിൽ മക്കളും കൂടെ വരും. ഇത് എൻ്റെ അനിയത്തിയുടെ മോളാണ്. അവളും എൻ്റെ മോളും കൂടെയാണ് വരുന്നത്. അവളും എല്ലാ വർഷവും വരും. പൊങ്കാലയെ പറ്റിയുള്ള വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇപ്പോൾ 10 വർഷം കൊണ്ട് ഞാൻ പൊങ്കാല ഇടുന്നുണ്ട്. എനിക്ക് അമ്മയുടെ മണ്ണി വന്ന് പൊങ്കാല ഇടുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് എന്തെങ്കിലും ഒരു തൊഴിൽ വേണം എന്നുള്ള എൻ്റെ ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ അമ്പലത്തിൽ പോയി ഇടണമെന്നൊരാഗ്രഹമുണ്ട്. നല്ലൊരു സംതൃപ്തിയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം കൊണ്ടും നല്ലത് തന്നെ. വീട്ടിൽ ഐശ്വര്യമുണ്ട്. എൻ്റെ സ്ഥലം കൊല്ലം. അമ്മയുടെ മണ്ണി വന്നിട്ട് എനിക്ക് യാതൊരു തടസ്സം ഉണ്ടായില്ല. എല്ലാ വർഷം തോറും നല്ല നല്ല കാര്യങ്ങളാണ് എനിക്ക് ഓരോ വീടുകളിൽ വന്നാലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ. ഇല്ല, ആദ്യമായിട്ട് വരിക. സന്തോഷമുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ആറ്റുകാലമ്മയ്ക്ക് വർഷങ്ങളായി പൊങ്കലിടുന്നയാളാണ് ഞാൻ. എൻ്റെ 20 വയസ്സ് തൊട്ട് 10-20 കൊല്ലം കൊണ്ട് പൊങ്കലിടുന്നുണ്ട്. അമ്മയുടെ അടുത്ത് വന്ന് ഏത് ചോദിച്ചാലും അടുത്ത വർഷം തന്നെ ആ ആഗ്രഹം നമ്മുടെ സ്വാധീകരിക്കും. ഏത് വർഷം വന്നാലും, ഈ വർഷം വന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മൾ ആ കാര്യം സാധിച്ചിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മ നന്മയ്ക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ. സത്യസന്ധമായി ചെയ്യുന്ന ഏതാഗ്രഹിക്കുന്നു അത് എൻ്റെ അമ്മ തന്നിടും. ഈ എല്ലാ ഭക്തജനങ്ങളും ഈ ആറ്റുകാൽ എന്ന സ്ഥലത്ത് വരുന്നത് ഈ അമ്മയുടെ മക്കൾക്ക് എന്ത് വേണം അറിഞ്ഞു തരുന്ന അമ്മയാണ്. ആ അമ്മയെ ഞങ്ങൾക്കിനി ഏത് കാലം വരെ വരാമെന്ന് വെച്ചാൽ ആ സമയം വരെ വരും. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മോളെ MBBS ഒക്കെ പഠിപ്പിക്കണം. അതൊക്കെ സത്യത്തിൽ ഒരിക്കലും ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ അതിനൊക്കെയുള്ള യോഗം തന്ന് ആ കുട്ടി ഇവിടെ വന്ന് പൊങ്കലിട്ട് പിറ്റേ വർഷം തന്നെ അമ്മ
ആ ആഗ്രഹം സാധിച്ചു. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു BEd എന്ന് പറയുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അർഹിക്കാതെ തന്നെ അടുത്ത വർഷം തന്നു. ഏത് കാര്യങ്ങൾ അമ്മയോട് നമ്മൾ ചോദിച്ചാലും അമ്മ നമുക്ക് തരും. ഇനിയും നമുക്ക് തരണേ എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം എന്ന സ്ഥലത്ത് ഇത്രയും ജനക്കൂടി ഒരു 15 ലക്ഷമല്ല ഈ പ്രാവശ്യം വന്നേക്കുന്നത്. എല്ലാ ജനങ്ങളും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഈ അമ്മയുടെ ഒരു അനുഗ്രഹം എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാത്രമല്ല ഈ കേരളത്തിലുള്ള ഈ 14 ജില്ലയിലുള്ള എല്ലാവർക്കും എത്ര കോടി ജനങ്ങളുണ്ടോ ആ 3.25 കോടി ജനങ്ങൾക്കും അമ്മ അനുഗ്രഹം തന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്രയൊക്കെയുള്ള അമ്മ നമ്മുടെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല അമ്മയെക്കുറിച്ച്. സത്യസന്ധത എന്ന ഒരു ഏറ്റവും വലിയ വിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ എല്ലാവരെയും ഈ 15 ലക്ഷമോ 20 ലക്ഷമോ എത്ര പേര് വന്നെങ്കിലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഒരാപത്തും വരാതെ ഞങ്ങളെല്ലാം ഏത് പാരാത്രിക്കായാലും ട്രെയിനിൽ പൈസയൊന്നും കൊടുക്കാതെ ചിലവൊന്നുമില്ല ഞങ്ങളെല്ലാം വീട്ടിൽ സന്തോഷമായി എത്തിച്ചേരുമെന്നും കൂടി അറിയാം.